ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സന്റെ സീക്രട്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നില്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ആക്കാതിരിക്കുക. ഈ ഒരു റീഡിങ്ങിൽ നിന്നും കിട്ടുന്ന ഗൈഡൻസ് മാത്രം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സന്റെ സീക്രട്ട് ഫീലിങ്സ് എന്താണ്, നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണ് കടന്നു പോകുന്നതെങ്കിലും അവരെന്താണ് ചിന്തിക്കുന്നത്, വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. ഹാർമണി, ഫസ്റ്റ് തന്നെ ഹാർമണി കിട്ടിയിട്ടുണ്ട്. ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ്, ദ വെയിറ്റിംഗ് ഗെയിം, ഫെർട്ടിലിറ്റി ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ടാരോട്ട് കാർഡ്സും കൂടി എടുക്കാം. എന്താണ് അവരുടെ സീക്രട്ട് ഫീലിങ്സ്, ഏസ് ഓഫ് കപ്സ് ആണ്. ദ ഹെർമിറ്റ് വന്നിട്ടുണ്ട്. ത്രീ ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് കപ്സ്, പ്രിൻസസ് ഓഫ് വാൻഡ്സ്, ടെൻ ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. നയൻ ഓഫ് പെൻഡക്കിൾ. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ത്രീ ഓഫ് സോഡ്സ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്പ്രെഡ് ഇതൊക്കെയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ എനർജി നോക്കുകയാണെങ്കിൽ ഭയങ്കര കഷ്ടമാണ്. ഇവിടെ ത്രീ ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ഓവറോൾ എനർജി, അവരുടെ അവസ്ഥ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥ, നിങ്ങളുടെ ഓർമ്മകളിൽ തന്നെ തങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇത് ഞാൻ ഫസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. കാരണം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ദ വെയിറ്റിംഗ് ഗെയിം കാർഡ് വന്നിട്ടുണ്ട്. അതായത് ഒരു സ്മൂത്ത് ഗോയിങ് ഒന്നും ആയിരിക്കില്ല. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ ഇട്ടിട്ട് പോയ സമയത്ത് ആ പേഴ്സൺ ഇത്രത്തോളം വേദനിക്കേണ്ടി വരുമെന്ന് കരുതിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ അവർ പോകുന്ന ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ പെയിൻഫുൾ ആണ്. നിങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എത്തേണ്ട ഒരു ചിന്താഗതിയാണ് ഇപ്പം അവർക്കുള്ളത്. ഓക്കെ, ഇനി നിങ്ങളുടെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിട്ടുള്ള വ്യക്തികളാണ് പരസ്പരം. പക്ഷേ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ പേഴ്സൺ എന്ന് പറയുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം, അത് വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ വേറെ സിറ്റുവേഷൻസ്, കരിയർ ആയിരിക്കാം, ജോബ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, അങ്ങനെ എന്തും തന്നെയാകാം. അങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണിത്. അതുകൊണ്ടാണ് ഇപ്പോൾ അവർക്കൊരു കുറ്റബോധം ഇവിടെ ഉള്ളത്. ഓക്കെ, പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങളെ ഒന്നും വെക്കാതെ പെട്ടെന്ന് തന്നെ ഒരു വാക്കിൽ തന്നെ നിങ്ങളെ വേണ്ട എന്ന് വെച്ചുപോയി.
ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് അത് അറിയിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ക്ലാരിറ്റി തന്നിട്ടുണ്ടാവില്ല, നിങ്ങളോടൊന്ന് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടാവില്ല, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളെ ഇട്ടിട്ട് പോയി. പക്ഷെ ആ ഒരു സമയത്ത് ഈ ഒരു പെയിൻ അവർ വിചാരിച്ചിട്ടില്ല, പക്ഷെ ഈ ഒരു സമയത്ത് അവരത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളായിരുന്നു ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലേക്ക് പോകുമ്പം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ക്ലാഷ് ഉണ്ടാവുന്ന സമയത്ത് പെയിൻ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയ ആള് നിങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരാണ് ഈ പെയിൻ ഏറ്റുവാങ്ങുന്നത്. ഓക്കെ, നിങ്ങളുടെ ഒരു എനർജി ഇപ്പം നോക്കുകയാണെങ്കിൽ അവരിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വെക്കുന്നത് നിങ്ങളാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് ഡൗട്ടാണ്, അവരെങ്ങാനും തിരിച്ചു വന്നത് ഇനിയും ഇതുപോലെ പെയിൻ തരാനാണ്, അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇത്രത്തോളം എന്നെ വേദനിപ്പിച്ചു, എനിക്ക് ഇന്ന നഷ്ടങ്ങൾ വരുത്തി, എനിക്ക് ഇനിയും വേദനിക്കാൻ കഴിയില്ല, ഇനി വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഡൗട്ട്സ് നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. സോ നിങ്ങളാണ് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ അവർ ചെയ്തതുപോലെ നിങ്ങൾ തിരിച്ചു ചെയ്യുന്നുണ്ടാകാം, ബ്ലോക്ക് ചെയ്യുന്നുണ്ടാകാം, അവരോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലൊരു രണ്ടാമതും ഇങ്ങനെ വേദനിക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ അവർ വന്നത് ശരിയായിട്ട് തന്നെയാണോ, ഇങ്ങനെ ഒരു ചീറ്റ് ചെയ്ത വ്യക്തിനെ എങ്ങനെ വിശ്വസിക്കും എന്നൊക്കെയുള്ള ഡൗട്ട്സ് ആണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. ഓക്കെ, നിങ്ങളുടെ ഈ പേഴ്സണ് ആദ്യമൊക്കെ വളരെ ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അവർ സക്സസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കും തോറും അവർക്കതിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അത് ആരടുത്തും അവർ ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല, അവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം. ഇനിയിപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്ന സമയത്ത് തന്നെ നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് അതിലവർ നിങ്ങൾ എത്ര സന്തോഷം കൊടുത്തിട്ടും അതിലവർ സന്തോഷം കണ്ടെത്തി, അതായത് തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ടുള്ള വ്യക്തികളിൽ അവർ സന്തോഷം കണ്ടെത്തി നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാകും. പക്ഷെ ഇപ്പോഴത്തെ ഒരു എനർജിയിൽ കഷ്ടപ്പെട്ട് ആ ഒരു വ്യക്തിയുടെ അടുത്ത്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണോ അതിലവർ കഷ്ടപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതായത് അവർക്ക് അവിടെ നിൽക്കാനൊരു താല്പര്യമില്ല, അവർക്ക് അതിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് ഊരി വരണം, അല്ലെങ്കിൽ ഒന്ന് എസ്കേപ്പ് ആവണം എന്നുള്ള ചിന്തയാണ് അവർക്ക്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് സാധിക്കുന്നുണ്ടാവില്ല. ഓക്കെ, നിങ്ങളുടെ അടുത്തുള്ള സ്നേഹം ഇപ്പൊ അവർക്ക് ഓവർഫ്ലോ ചെയ്യാണ്. അതായത് ഇവിടെ ഫസ്റ്റ് തന്നെ എനിക്ക് ഹാർമണി വന്നു, ലവേഴ്സ് കാർഡാണ്. അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി വന്നു, അൺകണ്ടീഷണൽ ലവ് ആണ്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ആ ഒരു സ്നേഹം അതെങ്ങനെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തരണം, നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇനി അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ടാകാം, നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ടാകാം, പല രീതിയിൽ അവർ നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ചു വരുന്നുണ്ടാകാം. അതായത് ഇനി ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ എങ്ങനെ പരമാവധി എടുക്കാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ അവർ ശ്രമിക്കുന്നുണ്ടാകാം. ഇവർക്ക് ഫസ്റ്റ് ടൈം ഒക്കെ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്തൊക്കെ ഫിനാൻഷ്യലി അതുപോലെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊന്നും അങ്ങനെ അവർ ആഗ്രഹിക്കുന്നതൊന്നും അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാകില്ല. പക്ഷെ ഇപ്പം അവർക്ക് അതെല്ലാം നേടിക്കൊണ്ടിരിക്കുകയാണ്, അവർ ഓരോന്നിനും സക്സസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് ഇവിടെ ഒന്നിന്റെ കുറവുണ്ട്, അത് നിങ്ങളാണ്. ഓക്കെ, ഇവർക്ക് അറിയുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ, അതായത് തുടക്ക സമയത്ത് പെട്ടെന്ന് അവർക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റി നിങ്ങളെ വേണ്ടാന്ന്. പക്ഷെ ഈ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് ഇത്രത്തോളം മിസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഓർമ്മകൾ വരുന്നത്, നിങ്ങളെ തന്നെ വേണം, നിങ്ങളുടെ പ്രസൻസ് വേണം എന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്, അവർക്കത് മനസ്സിലാകുന്നില്ല. ഓക്കെ, ഇത് കർമ്മയാണെന്ന് പറയാം, നിങ്ങൾ അത്രത്തോളം പെയിൻ ചെയ്തിട്ടുണ്ടാകാം, ആ ഒരു സിറ്റുവേഷനിലൂടെ അവരിപ്പോൾ കടന്നു പോവുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ്, അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിക്ക് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമില്ല ഇനി ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേദനിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരിൽ നിന്നും ഒഴിഞ്ഞു പോയിട്ടുണ്ടാവില്ല പൂർണ്ണമായിട്ട്. ഓക്കെ, അവർ വേണ്ടാന്ന് വെക്കുന്നുണ്ടാകാം, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടാകാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ത് തന്നെയാണെങ്കിലും അതിൽ നിന്നും രക്ഷപ്പെടാൻ അവർ ശ്രമിക്കുന്നുണ്ടാകാം, പക്ഷെ അവരെ കൊണ്ട് പറ്റുന്നില്ല. ഓക്കെ, പക്ഷെ എന്നാലും നിങ്ങളെ അവർ അപ്രോച്ച് ചെയ്യാണ് പല കാര്യങ്ങൾ പറഞ്ഞിട്ട്, അതായത് നിങ്ങളെ മാനിപ്പുലേറ്റീവ് ചെയ്യുന്നത് പോലെ ശ്രമിക്കുകയാണ് അവർ നിങ്ങളെ അവരിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾക്കറിയാം ആ ഒരു തേർഡ് പാർട്ടി ഇപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ പൂർണ്ണമായി പോയിട്ടില്ല എന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്കതിന് അങ്ങനത്തെ കാര്യങ്ങൾ എടുത്ത് തലയിൽ വെക്കാനോ അല്ലെങ്കിൽ അത് ഭാരമാക്കി നടക്കാനൊന്നും നിങ്ങൾക്കൊട്ടും തന്നെ ഇപ്പോൾ താല്പര്യം ഉണ്ടായിരിക്കില്ലായിരിക്കാം. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ സ്നേഹം എന്ന് പറയുന്നത് അവർ ജെനുവൻ ആയിട്ടാണ് വരാൻ വേണ്ടി ശ്രമിക്കുന്നത്. സ്വീകരിക്കുന്നതും സ്വീകരിക്കാണ്ടിരിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ അപ്രോച്ച് ചെയ്ത് വരുന്നുണ്ടാകാം, നിങ്ങൾ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടാകും.
നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യാതെ നിന്നിട്ടുണ്ടാകാം, നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതെ നിന്നിട്ടുണ്ടാകാം. ഓക്കെ, അത് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. അവരിത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നിങ്ങളിൽ അവരൊരു ഹോപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവർക്ക് എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ നിങ്ങൾ അവർ തെറ്റ് ചെയ്ത് പോയ സമയത്ത്, അത്രയും ചീറ്റ് ചെയ്ത് പോയ സമയത്ത് നിങ്ങൾ കരഞ്ഞ് ഭയങ്കര കഷ്ടത്തിൽ അവരെ ചേസ് ചെയ്ത് പോയിട്ടുണ്ടാകും. അവരെ കാല് പിടിച്ച് കരഞ്ഞിട്ടുണ്ടാകും, എനിക്ക് നിങ്ങളില്ലാണ്ട് പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ എന്ത് തരത്തിലും വരെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പേഴ്സണ് ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. നിങ്ങൾ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും എന്ത് ചെയ്തു വന്നാലും തിരിച്ചു വന്നാൽ നിങ്ങൾ സ്വീകരിക്കും എന്നുള്ളൊരു ഹോപ്പ്, ഒരു പ്രതീക്ഷ അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നിങ്ങളുടെ മാറ്റം അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് അവരെ കുറച്ചും കൂടി ഇങ്ങനെ വേദനിപ്പിക്കുകയാണ്. ഇനി ഇവിടെ ഇവരുടെ ഈ ഒരു മാറ്റം, അല്ലെങ്കിൽ ഇവർക്ക് ഇത്രത്തോളം പെയിൻ, ഹാർട്ടില് 3 വാളുകൾ കുത്തിത്തറച്ച പെയിനാണ് ഇപ്പോൾ അവർക്കുള്ളത്. അതായത് തുടക്ക സമയത്ത് നിങ്ങൾ അനുഭവിച്ചതാണ് അവരിപ്പോൾ അനുഭവിക്കുന്നത്. അപ്പം ഇത് എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഒരു പെയിൻ അവർക്ക് വന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ റിമൂവ് ആയി വന്നിട്ടുണ്ട്. മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അവർക്ക് അവിടെ ആ ഒരു ഫീലിങ്സ് എല്ലാം തന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ, നിങ്ങളോടുള്ള നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാൻ ഒരു ടൈം അവർക്ക് കിട്ടുന്നത്. അവരുടെ എനർജി നിങ്ങൾ റിലീസ് ചെയ്തതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ഹീല് ചെയ്യാൻ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അവരുടെ സീക്രട്ട് ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവർക്കിപ്പോൾ, നിങ്ങളോട് സംസാരിക്കണം. അതാണ് നിങ്ങളുടെ പ്രസൻസ് അവർ വളരെയധികം ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഒരുപാട് നാളായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്, നിങ്ങൾ കണ്ടിട്ടൊന്നുമില്ല എന്നൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കണം, നിങ്ങളെ ഒന്ന് നേരിട്ട് കാണണം എന്നൊക്കെ അവരിപ്പോൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഒന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ. അവരുടെ ഫീലിങ്സ് എല്ലാം ഞാൻ പറഞ്ഞല്ലോ, അവരുടെ സ്നേഹം ഇപ്പോൾ ഓവർഫ്ലോ ചെയ്യാണ്. സോ ഇതെല്ലാം നിങ്ങളടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇപ്പം ആഗ്രഹമുണ്ട്. അപ്പം അതാണ് അവർ ആലോചിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി രണ്ടാമത് വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ബൗണ്ടറി അങ്ങനെ തന്നെ വെക്കുക. നിങ്ങൾ ഒരിക്കലും എന്താ പറയുക, പഴയതുപോലെ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ സ്നേഹിക്കാൻ നിൽക്കുക. ഓക്കെ, ഈ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക.